വിദേശ അക്കൗണ്ട് വഴി കോടികളുടെ ഇടപാട് നടന്നുവെന്ന് താൻ പരാതി നൽകിയ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റേത് തന്നെയാണ് എന്ന് മാസപ്പടി കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജ്. താൻ പരാതിപ്പെട്ട എക്സാലോജിക് വേറെ കമ്പനിയാണെന്ന തോമസ് ഐസക്കിന്റെ പരാമർശം വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് എന്ന് വ്യക്തമാക്കിയ ഷോൺ ജോർജ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി, സുനീഷ് എം എന്നിവർ സിഗ്നേറ്റീവ്സ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജിക് കമ്പനിക്കില്ല എന്ന് പറയാൻ തോമസ് ഐസക്കിന് തന്റെ ഇടമുണ്ടോ എന്നും വെല്ലുവിളിക്കുന്നുണ്ട്. സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ഷോൺ ജോർജിന്റെ പ്രതികരണം. നേരത്തെ എക്സാലോജിക് കമ്പനിക്കെതിരെ ഷോൺ ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ തോമസ് ഐസക് തള്ളിയിരുന്നു. എക്സാലോജിക് എന്ന കമ്പനിയെ കുറിച്ച് ഷോൺ ജോർജ് കള്ളക്കഥ മെനയുകയാണെന്നും 2 വിദേശ കമ്പനികളിൽ നിന്ന് പണം എത്തിയെന്ന് ഷോൺ ജോർജ് ആരോപിക്കുന്ന സ്ഥാപനം വീണയുമായി ഒരു ബന്ധവും ഇല്ലാത്തതാണെന്നുമായിരുന്നു തോമസ് ഐസക്കിന്റെ വിശദീകരണം. ദുബായിലെ എക്സാലോജിക്കിന് മറ്റ് വിദേശ രാജ്യങ്ങളിലടക്കം ശാഖകളുണ്ട് എന്നും പേരിൽ പോലും വ്യത്യാസമുള്ള മറ്റൊരു കമ്പനിയുടെ വിശദാംശങ്ങൾ വെച്ചാണ് ആക്ഷേപം ഉന്നയിക്കുന്നതെന്നുമായിരുന്നു തോമസ് ഐസക് പറഞ്ഞിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഷോൺ ജോർജ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു: ബഹു കിഫ്ബി മസാല ബോണ്ട് സഹാവേ, വീണയുടെ കമ്പനിയുടെ പേരിലെ കുത്തും കോമയും നോക്കി വിഷയം വഴിതിരിച്ചു വിടുവാനുള്ള നിങ്ങളുടെ കുരുട്ട് ബുദ്ധി കൊള്ളാം. വേറെ പാപ്പച്ചൻ വേറെ സഹാവേ. അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണ ടി, സുനീഷ് എം എന്നിവർ സിഗ്നേറ്റീവ്സ് ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് എക്സാലോജിക് കമ്പനിക്ക് ഇല്ല എന്ന് പറയാൻ സാറിന് തന്റെ ഇടമുണ്ടോ? മുഖ്യന്റെ മകൾക്ക് ലോകമെമ്പാടും എവിടെയൊക്കെ അക്കൗണ്ടുകൾ ഉണ്ട് എന്നും എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്നും സാറിന് ബോധ്യമുള്ള കാര്യമാണോ? എനിക്ക് ഈ 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഉത്തരം പറയാൻ ഭയമില്ല എങ്കിൽ ഉത്തരം പറയാം. ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, അല്ലെങ്കിൽ കേസ് കൊടുക്കണം പിള്ളയച്ച എന്നാണ് ഷോൺ ജോർജ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. എന്തായാലും വീണ ജോർജിന് വലിയ തിരിച്ചടി തന്നെയാണ് കിട്ടുന്നത്. കാരണം അബുദാബിയിലും വീണ ജോർജിന് കമ്പനിയുണ്ട്, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കമ്പനിയുണ്ട് എന്നാണ് ഷോൺ ജോർജ് പുറത്തുവിട്ട വിവരങ്ങളിൽ അല്ലെങ്കിൽ രേഖകളിൽ പറയുന്നത്. ഇതെന്തായാലും വലിയ രീതിയിലുള്ള കോളിളക്കം സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ കേരളത്തിലെ ജനങ്ങൾ കുറെ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, വീണയെ ഇന്ന് അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ഇക്കാര്യങ്ങളൊക്കെ പുറത്തുവരും. പ്രത്യേകിച്ച് ശശിധരൻ കർത്തയുമായിട്ടുള്ള ഇടപാടുകൾ, ശശിധരൻ കർത്തയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പക്ഷേ ഇതൊക്കെ പറഞ്ഞ വാർത്തകളിൽ നിറയുന്നതല്ലാതെ ഇതുവരെ വീണയ്ക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇതിൽ വായിക്കേണ്ടതുണ്ട്.